ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ നമ്മൾ ഇതാ ഏറ്റവും പുതിയ വരാൻ വേണ്ടി പോകുന്ന ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അത് സെക്രട്ടേറിയറ്റ് OA ആണ്, അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ്. ഇതിന്റെ നിയമനം നിങ്ങൾ എടുത്തു നോക്കുക. അതിവേഗത്തിലാണ് ഈ ഒരു തസ്തികയുടെ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്കിവിടെ പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതായത് നിലവിലെ നിയമന നില, എത്ര അഡ്വൈസ് പോയി എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ എത്ര കട്ട് ഓഫ്, എലിജിബിലിറ്റി ലിസ്റ്റിലെ കട്ട് ഓഫും പ്രോബബിലിറ്റി ലിസ്റ്റിലെ കട്ട് ഓഫും, മെയിൻ ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് എത്രയായിരുന്നു, അതുപോലെ തന്നെ ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക്, എഴുത്തു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിന്റെ ഒരു മറുപടി കൂടെ നമ്മളിവിടെ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ വർഷം ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ളതാണ് നോക്കുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ, അതായത് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് ഗസറ്റ് ഡേയ്സ് 29/12/2023 അതായത് 29/12/2023 ഗസറ്റ് ഡേറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് 31/1/2024 വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഉണ്ടായിരുന്നു. നോക്കുക, കാറ്റഗറി നമ്പർ 587/2023 ആണ്. 587 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് പറയുന്നത്. എവിടെയൊക്കെയാണ്? കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേരള സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് ഈ ഒരു നിയമനം വിളിച്ചിരുന്നത്, അല്ലെ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചത്. ഓഫീസ് അറ്റൻഡന്റ് എന്നാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. ഓഫീസ് അറ്റൻഡന്റ്. നമ്മൾ പൊതുവെ സെക്രട്ടേറിയറ്റ് OA എന്ന് വിളിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 23,000 സാലറി. ഏകദേശം 33,500 നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. 33,500 നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എല്ലായ്പ്പോഴും വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ യോഗ്യത എന്താണ്? SSLC വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എന്നാണ്. നിങ്ങൾ ഒന്നുകിൽ SSLC വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കും എന്നാണ്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു 29/12/2023 ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നത്, ഇതിന്റെ വിജ്ഞാപനം വന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 2026 ആകുമ്പോൾ 3 വർഷം പൂർത്തിയാകും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തവണ ഈ ഡിസംബറിനുള്ളിലായിട്ട് ഇവിടെ പുതിയ വിജ്ഞാപനം വരണം. അതായത് നമ്മുടെ ഏജ് ഓവർ ആകുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം അവസാനത്തോടു കൂടി സെക്രട്ടേറിയറ്റ് OAയുടെ പുതിയ വിജ്ഞാപനം വരണം. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം, അല്ലെ? അതായത് നവംബർ അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ടോ നമുക്ക് ഈ ഒരു വിജ്ഞാപനം പ്രതീക്ഷിക്കാം. അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ വിജ്ഞാപനം ഉറപ്പായിട്ട് നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇതുവരെ സെക്രട്ടേറിയറ്റ് OAയുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നോക്കാം. 29/8/2025 ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത്. ഏകദേശം ഒരു വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റ് ആകുന്നത്. ഒരു വർഷം കൊണ്ട് 719 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 719 അഡ്വൈസ് ആണ്. 25/7/2026 ഏറ്റവും അവസാനമായി അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, 25/7/2026 അഡ്വൈസ് പോയിട്ടുണ്ട്. 719 അഡ്വൈസ് ആണ്. എന്നാൽ നിങ്ങൾ നോക്കുക, അത് മാത്രമല്ല, പുതിയ ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ ഒഴിവുകൾ 11 13 20 30 42ഓളം പുതിയ ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 42ഓളം. നോക്കുക, 11 ഫ്രഷ് വേക്കൻസി നമ്മുടെ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു NJD അഡ്വക്കേറ്റ് ഓഫീസിലേക്ക്, ജനറൽ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ ഒരു ഫ്രഷ് വന്നിട്ടുണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടേറിയറ്റിലേക്ക് 17 ഫ്രഷ് വേക്കൻസി. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് ഒരു ഫ്രഷും 4 NJDയും. കേരള PSCയിലേക്ക് ഒരു NJDയും 4 ഫ്രഷും എന്നിങ്ങനെ പുതിയ 42 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് നിർത്തുമ്പോൾ എത്രയാണ്? ഏകദേശം 761ഓളം നിയമനങ്ങൾ, 761ഓളം നിയമനങ്ങൾ നടക്കുകയാണ്, അല്ലെ? 761ഓളം നിയമനങ്ങൾ ഈ ഒരു വർഷ കാലയളവിൽ നടന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓപ്പൺ കാറ്റഗറിയിൽ 552ാമത്തെ റാങ്കുകാരൻ പോയിട്ടുണ്ട്. ഈഴവ മില്ലവ തീയ 585. SC സപ്ലിയിലുള്ള 12ാമത്തെ വ്യക്തിക്ക് റാങ്കുകാരന് കിട്ടിയിട്ടുണ്ട്. ST സപ്ലിയിലെ 19ാം റാങ്കുകാരൻ. മുസ്ലിം 849ാമത്തെ റാങ്ക്. LCI സപ്ലിയിൽ 15ാമത്തെ റാങ്ക്. OBC വിത്തിൻ 551 വിത്തിൻ OC ആണ്. വിശ്വകർമ്മ 802ാമത്തെ റാങ്ക്. SIUC 956ാമത്തെ റാങ്ക്.
ഹിന്ദു നാടാർ 645, SSC സപ്ലിയിൽ 7, ധീവര 1125, ബൈ ട്രാൻസ്ഫർ ആപ്ലിക്കബിൾ അല്ല. DA സപ്ലിയിൽ 15, DA LV ആണ്. HI ആകുമ്പോൾ 10 സപ്ലിയിൽ, LDCP സപ്ലിയിൽ 7, MDMI 18 ആണ്. അതുപോലെ തന്നെ EWS 565 റാങ്കുകാരൻ. അതായത് ഏകദേശം നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം. ഒരു വർഷം കൊണ്ട് 719 അല്ലെങ്കിൽ 761 നിയമനങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ നല്ല രീതിയിലാണ് ഇതിന്റെ നിയമനം മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോക്കുക, ഇതിന്റെ എന്താണ് ഓഫീസ് അറ്റൻഡൻസ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അല്ലെ. ഇതിന്റെ പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു. പ്രിലിമിനറി 1, 2, 3, 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രിലിമിനറി നടന്നത്. 4 ഘട്ടങ്ങളിലൂടെയാണ് പ്രിലിംസ് നടന്നത്. അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് 73.23 ആണ്. 73.23 ആണ് പ്രിലിംസിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് മെയിൻസ് വന്നു. അതായത് 21/5/2025 മെയിൻസിന്റെ പരീക്ഷ നടന്നു. എപ്പോഴാണ്? 21/5/2025 മെയിൻസിന്റെ പരീക്ഷ നടന്നു. തുടർന്ന് 29/8/2025 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. 29/8/2025 റാങ്ക് ലിസ്റ്റ്, അതായത് 3 മാസത്തോളം ഏകദേശം അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. 1583 പേർ, 1583 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കട്ട് ഓഫ് 71.67, 71.67 ആയിരുന്നു മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത്. അതായത് പ്രിലിംസിൽ 73.23, തുടർന്ന് എന്താണ് മെയിൻ പരീക്ഷ 71.67 കട്ട് ഓഫ്, 1583 പേര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ഇതിൽ ഒരുപാട് NJD വരാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, നിരവധി പരീക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പൊ പലരും NJD വാങ്ങിച്ചു പോകും. അപ്പൊ NJD കൂടുതലായിട്ട് വരുന്നൊരു തസ്തികയാണ്. അതുകൊണ്ട് 3 വർഷമെങ്കിലും ഈ ലിസ്റ്റ് പോകുമെന്ന് ചോദിച്ചാൽ ഈ രീതിയിലാണെങ്കിൽ, ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിൽ ഏകദേശം 2-2.5 വർഷം കൊണ്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എന്താണ് കാലഹരണപ്പെടും. ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാകും, പുതിയ റാങ്ക് ലിസ്റ്റ് വേണ്ടി വരും. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ, കാരണം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. NJD ഒരുപാട് പേര് മറ്റു ജോലികൾ കിട്ടി പോകുന്നു. അതൊക്കെ ഇതിന്റെ ഒരു ഗുണമായിട്ട് കരുതാം ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക്. അതായത് മറ്റു റാങ്ക് ലിസ്റ്റുകളും നിങ്ങളില്ല, ഈ ഒരു റാങ്ക് ലിസ്റ്റിലേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി മാറാൻ വേണ്ടി പോകുന്ന ഒന്നാണ് അതെന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കട്ട് ഓഫ് ഒക്കെ ഈ റേഞ്ചിലാണ്. അതായത് പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നപ്പോൾ 1583 പേര് മെയിൻ ലിസ്റ്റിലും 1400 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഡിഫറൻറ്റ്ലി ഏബിൾഡ് 60 പേർ, ആകെ 3043 പേർ. പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മെയിൻ ലിസ്റ്റിൽ 1582 പേരും, അതുപോലെ തന്നെ 1386 പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ, 61 പേർ എന്താണ് ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലേക്ക് വന്നു. ആകെ 3029 പേരാണ് ഇവിടെ എന്താണ് വന്നത്. ആകെ 3029 പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, ഇതാണ് ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട മെയിൻ ലിസ്റ്റിന്റെ കാര്യം നോക്കുക. ഇവിടെ 78.33 ആണ് ഇവിടെ എന്താണ് ഒന്നാമത്തെ റാങ്കുകാരന് കിട്ടിയിരിക്കുന്നത്. അവിടെ 13.580 വെയിറ്റേജ് ആണ്. ആദ്യത്തെ 6 പേർക്ക് വെയിറ്റേജ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയിൽ കിട്ടിയിരിക്കുന്നത് 85.67 ആൻ മരിയ ചെറിയത്തിനും 85.33 അഭിജിത്ത് NMനുമാണ്. അതായത് എഴുത്തു പരീക്ഷയിൽ വെയിറ്റേജ് ഒന്നും ഇല്ലാതെ ഇവർക്ക് ഈ ഒരു റേഞ്ച് കിട്ടിയിട്ടുണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി. അപ്പൊ ഈ ഒരു രീതിയിൽ കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. വിജ്ഞാപനം ഈ വർഷം അവസാനത്തോടു കൂടി വരും. അപ്പോൾ നല്ല രീതിയിൽ തയ്യാറെടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാം. തിരുവനന്തപുരത്ത് ഭരണസ്ഥിരാ കേന്ദ്രത്തിലോ നിയമസഭാ മന്ദിരത്തിലോ PSCയിലോ ഒക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, അപ്പൊ കൃത്യമായി എന്താണ് തയ്യാറെടുത്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.